Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. ഏകദേശം 0.25%ഉള്ളൊരു നേട്ടം നിലവിലിപ്പോൾ നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നുണ്ട്. 23,566 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിലെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഉള്ള വിപണികളിലുണ്ടായിരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഇന്ത്യൻ വിപണിയിലും കൃത്യമായ രീതിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. US മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും S&P 500 സൂചികയും വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ ഡോ ജോൺസ് സൂചികയിലേക്ക് വരികയാണെങ്കിൽ നേരിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു ഓൾ പോസിറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെറിട്ടറിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ട്രേഡിംഗ് അവസാനിച്ചത് തന്നെ 4 ദിവസം തുടർച്ചയായി നിലനിന്നിരുന്ന ഒരു ഇടിവിൽ നിന്ന് ഒരു മാറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു മികച്ച ഒരു പോസിറ്റിവിറ്റി ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലും തുടരാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ സാധിക്കുന്നു എന്നത് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇന്നിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയണമെങ്കിൽ US പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഷീ ജിങ് പിന്നും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെയായിരിക്കും മാർക്കറ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നിലനിൽക്കുക. പല കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിങ്ങിൽ ചർച്ചയാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത് എന്തായാലും നിൽക്കുക ട്രേഡ് സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യങ്ങളാണ്. US അഗ്രികൾച്ചർ പ്രൊഡക്റ്റും മറ്റുമൊക്കെ ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന സമ്മതിക്കുമോ, കൂടാതെ US-ൽ നിന്നുള്ള ഡിഫൻസ് ഐറ്റംസ് ഒക്കെ തന്നെ ചൈന വാങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് നിലവിലൊരു തർക്കവും നിലനിൽക്കുന്നത്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളെ ചൈന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളത് പ്രോത്സാഹിപ്പിക്കാറില്ല. US പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ഡിഫൻസ് എക്യുപ്മെൻറ്റും ചൈന പൊതുവെ നോക്കുകയാണെങ്കിൽ അംഗീകരിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുകൂടാതെ നിലവിലിപ്പോൾ ഇറാൻ സംബന്ധിച്ചിടത്തോളം US ഇറാൻ സംഘർഷം, ആ ഒരു ബ്ലോക്കേഡ് അവിടെ വ്യക്തമായ രീതിയിൽ തന്നെ തുടരുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇറാൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൈനയായിരുന്നു. നിലവിലിപ്പോൾ US നടപ്പാക്കിയിരിക്കുന്ന ഒരു ബ്ലോക്കേഡ്, അതായത് ഇറാനിൽ നിന്ന് ഒരു ഷിപ്പും പുറത്തേക്ക് കടക്കില്ല എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയിരിക്കുന്ന ഈ ഒരു ബ്ലോക്കേഡ് കൊണ്ട് ഏറ്റവും സീവിയർ ആയിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ട ഒരു രാജ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ചൈനയാണ്. അങ്ങനെ ചൈനയെ മുൻനിർത്തിയിട്ട് നിലവിലിപ്പോൾ ഇറാനെ കൊണ്ട് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം വരെ നിലവിലിപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതികളിൽ നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ചൈനയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞെങ്കിൽ തായ്വാനാണ്. അതായത് തായ്വാനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും അധികം വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നത് തായ്വാനിലേക്ക് US ആണ് എന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US-ൻ്റെ നിലവിലുള്ള ഒരു സപ്ലൈ ഒക്കെ തന്നെ നിയന്ത്രിക്കുക എന്ന രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ചൈനയും മുൻപോട്ട് വെക്കാനുള്ള സാധ്യത നിലവിലിപ്പോൾ വളരെ കൂടുതലാണ്. കൂടാതെ AI-യിലേക്കും ടെക്കിലേക്കും ഒക്കെ തന്നെ വരികയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ റയർ എർത്ത് മിനറൽസിൻ്റെ സപ്ലയർ എന്ന് പറഞ്ഞെങ്കിൽ അത് ചൈനയാണ്. അതിനെ പല സമയത്തും നിലവിൽ ചൈന അതിൻ്റെ സപ്ലൈ ഒക്കെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലേക്കൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും US-ന് മുൻപുണ്ടായിരുന്ന ഒരു നെഗോഷിയേഷൻ പവർ നിലവിലിപ്പോൾ ചൈനയുമായിട്ട് നിലനിൽക്കുന്നു എന്നൊരു കാര്യം സംശയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് US ഇറാനുമായിട്ടുള്ളൊരു സംഘർഷം ഏതെങ്കിലും വിധത്തിൽ നിലവിലിപ്പോൾ US-ൻ്റെ ഒരു പൊസിഷന് അല്ലെങ്കിൽ US-ൻ്റെ ബാർഗെയിനിങ് പവറിന് ഒരു മങ്ങലേൽപ്പിച്ചോ എന്നൊരു കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരുന്നത് നിലവിലിപ്പോൾ ഫെഡിൻ്റെ തലപ്പത്തേക്ക് നിലവിലിപ്പോൾ കെവിൻ വാഷ് നിയമിതനായിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. അതായത് പൊതുവേ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആവറേജസുകളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ലോ ലെവലിലുള്ള ഒരു അംഗീകാരം മാത്രമാണ്. അതായത് 55 ആളുകൾ അദ്ദേഹത്തിന് അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തപ്പോൾ 45 ആളുകളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. നോർമലി ഒരു ഫെഡ് ചെയർമാൻ പോസ്റ്റിലേക്ക് ഇത്രയധികം എതിർ വോട്ടുകൾ ഉണ്ടാകില്ല എന്നതും ഒരു സ്ലിമ്മസ്റ്റ് മാർജിനിൽ നിലവിലിപ്പോൾ US ഫെഡ് ചെയർമാൻ ആയിട്ടാണ് കെവിൻ വാഷ് സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നു, ഹെഡ്ലൈനുകൾ വരുന്നു എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നു. പല രീതിയിലുള്ള കമ്പനികളുടെയും റിസൾട്ടുകൾ വരുന്നു. അവർ ഏർണിങ്സ് റിസൾട്ടുകളൊക്കെ തന്നെ മികച്ച പ്രകടനം രേഖപ്പെടുന്ന കമ്പനികൾക്ക് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ മാർക്കറ്റിൽ പല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കും അനാലിസിസിലുമേക്കുമായിട്ടാണ് നമുക്കിന്ന് കടക്കാനായിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഇന്നിപ്പോൾ മൈഫിൻ്റെ റിസർച്ച് ഹെഡായിട്ടുള്ള സൂരജ് നായരാണ് ഇന്നിപ്പോൾ നമ്മളുകൂടെ ജോയിൻ ചെയ്യുന്നത്. സൂരജ് സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓപ്പണിംഗ് അവേഴ്സ്.
അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ജോയിൻ ചെയ്യുന്നതാണ്. സാർ, നിലവിലെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള, അതായത് ഇന്നിപ്പോൾ നടക്കുകയാണെങ്കിൽ US ചൈന തമ്മിലുള്ള ഒരു ചർച്ച തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കൂടാതെ പുതിയ ഫെഡ് ചെയർമാൻ നിയമിതനായിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു 4 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്നലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നോക്കുകയാണെങ്കിൽ കുറേയും കൂടി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാർക്കറ്റ് കടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു വ്യൂ? നിഖിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിബിൾ ആണോ? നിഖിൽ ഓഡിബിൾ ആണ് സർ, തുടർന്നോളൂ. നിഖിൽ, ആദ്യം തന്നെ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു. കാര്യം ഞാൻ ഒരാഴ്ചയായിട്ട് സ്ഥലത്തില്ല. ഞാൻ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഓപ്പണിംഗ് അവേഴ്സിൽ എനിക്ക് കൂടുതലും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഈവൻ ദെൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം എന്നുള്ളത് ഞാൻ വഴിയിലാണെങ്കിൽ പോലും, ഞാൻ എന്റെ കാറിലാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഞാൻ ഓപ്പണിംഗ് അവേഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന്. എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും ഓഡിയോ ക്വാളിറ്റിയിലോ വീഡിയോ ക്വാളിറ്റിയിലോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് ഞാൻ പറയുന്നു. നിഖിൽ നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്, ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ. ഞാൻ അതുകൊണ്ടാണ് ഈ ഓപ്പണിംഗ് അവേഴ്സിൽ ഞാനൊന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അതായത് ഈ ട്രംപിന്റെ വിസിറ്റ്, ട്രംപിന്റെ ഈ ചൈനീസ് വിസിറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആഫ്റ്റർ എ ഡെക്കേഡ്. അദ്ദേഹം ചൈന വിസിറ്റ് ചെയ്യുന്നത് ഒരു 10 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത് ട്രംപ് ചാർജ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് സി ജിൻപിങ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇതിന്റെ റെലവൻസ് എന്നുള്ളത്. ഇത് സാധാരണ ഒരു ഡിപ്ലോമാറ്റിക് ടൈ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബയലാറ്ററൽ ട്രേഡിന്റെ സംസാരമായിട്ടോ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാര്യം ചൈന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പ്ലെയർ ആണ്. കാര്യം നമുക്കറിയാം, ഒരു ഭാഗത്ത് US-ഉം ഇസ്രായേലും മറ്റേ ഭാഗത്ത് ഇറാനുമാണ്. ഇറാന്റെ നല്ലൊരു രീതിയിലുള്ള റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഇറാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന്റെ ഭൂരിഭാഗവും, എനിക്ക് തോന്നുന്നു 80 to 90% മേടിക്കുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പൊ ഇറാന്റെ ടോട്ടൽ കൺട്രിയുടെ ബഡ്ജറ്റിന്റെ 45% റവന്യൂവും ഇറാന് ചൈനയിൽ നിന്നുള്ള ഈ ഓയിൽ എക്സ്പോർട്ട് കാരണം കിട്ടുന്ന റവന്യൂ ആണ് എന്നുള്ള. അപ്പൊ എന്താണ് ചൈനയ്ക്ക് ഇതിനകത്ത് റെലവൻസ്? ചൈനയുടെ റെലവൻസ് എന്താ വെച്ചാല്, ചൈന ഇത്രയും വലിയ ഒരു ബയർ ആയോണ്ട്, ഇറാൻ എക്കണോമിയെ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു രാഷ്ട്രമായോണ്ട് തന്നെ ചൈനയ്ക്ക് ഒരുപാട് പ്രഷറൈസിങ് ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് സി ജിൻപിങ്ങിനെ അല്ലെങ്കിൽ ചൈനയിലേക്കുള്ള ട്രംപിന്റെ വിസിറ്റിനെ നമ്മൾ ഒരു ഓർഡിനറി ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ കാണണ്ട. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും നമ്മൾ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള. ഓഫ് കോഴ്സ് അതിനകത്ത് ഒരുപാട് ബിസിനസ് ഡീൽസ് നടക്കും, ബയലാറ്ററൽ ട്രേഡ് നടക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുമെങ്കിൽ പോലും ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവില് എന്താണ് നടക്കണമെന്നുള്ളതാണ് ലോകം പൊതുവെ ഒറ്റുനോക്കുന്ന ഒരു കാര്യം. ഇതില് ഇപ്പോ US-ല് എയർഫോഴ്സ് 1-ല് ട്രംപിന്റെ കൂടെ അക്കോമ്പനി ചെയ്തു പോകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ടെക്നോളജി സെക്ടറിലെ ഒരുപാട് പ്രഗത്ഭന്മാർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ള. ഞാൻ ആക്ച്വലി അതിന്റെ ലിസ്റ്റ് നോക്കുകയായിരുന്നു. അതായത് ഇലോൺ മസ്ക്, ടെസ്ലയെ റെപ്രസെന്റ് ചെയ്ത് ഇലോൺ മസ്ക് ഉണ്ട്, ജെൻസൺ ഹുവാങ് ഉണ്ട്, NVIDIA റെപ്രസെന്റ് ചെയ്തിട്ട്, ടിം കൂക്ക് ഉണ്ട്, ഈ പറയുന്ന ആപ്പിളിനെ റെപ്രസെന്റ് ചെയ്ത്, ബ്ലാക്ക് റോക്ക് പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ലാരി ഫിങ്ക് ഉണ്ട്, ഡയാന പവൽ ഉണ്ട് മെറ്റയുടെ, ഡേവിഡ് സോളമൻ ഉണ്ട്. ഡേവിഡ് സോളമൻ എഗെയിൻ ഗോൾഡ്മാൻ സാക്സ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫേമിന്റെ ആണ്. കെല്ലി ഓട്ട്ബർഗ് ഉണ്ട്, അത് ബോയിങ്ങിന്റെ ആണ്. പിന്നെ സ്റ്റീഫൻ ഷ്വാർട്സ്മാൻ, അതായത് ബ്ലാക്ക് സ്റ്റോണിന്റെ. അതായത് നമ്മൾ ഈ പറയുന്ന അമേരിക്കൻ ബിസിനസ്സുകളുടെ ഹെഡ്സും പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഹെഡ്സും വരുന്ന വലിയൊരു ബിസിനസ് ടീമിനെയാണ് ട്രംപ് ഇപ്രാവശ്യം കൂടെ കൊണ്ടുപോകുന്നതെന്നുള്ള. ഇത് കൂടാതെ തന്നെ ഓബ്വിയസ്ലി ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിലേക്ക് ഒരുപാട് ഗവൺമെന്റ് ഒഫീഷ്യൽസും ഉണ്ടാവും. നമുക്കറിയാലോ, സ്കോട്ട് ബെസന്റ് ഉണ്ടാവും, ട്രഷറി സെക്രട്ടറി. അതുകൂടാതെ ഡേവിഡ് ഉണ്ടാവും, അതായത് US അംബാസിഡർ ടു ചൈന, മാർക്കോ റൂബിയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, പീറ്റ് ഹെക്സ്റ്ററ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിഫൻസ് സെക്രട്ടറി. ഇങ്ങനത്തെ ഹെക്സെറ്റ് ഒക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത് എന്നുള്ള. അപ്പം ഡിഫൻസ്, ബിസിനസ്, അങ്ങനെ പല മേഖലകളിലും സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ചൈനയും US-ഉം കോപ്പറേറ്റ് ചെയ്യുന്നത്. കാര്യം ഇപ്പൊ NVIDIA വലിയൊരു പ്ലെയർ ആണ് ഗ്ലോബലി. എങ്കിലും ചൈനയുടെ കാര്യത്തിൽ ഓൺ ആൻഡ് ഓഫ്, ഇടയ്ക്ക് NVIDIA പെർമിറ്റ് ചെയ്യും, ഇടയ്ക്ക് വീണ്ടും പിൻവലിക്കും. ഇടയ്ക്ക് ട്രംപ് പറയും NVIDIA എടുത്ത് ചിപ്സ് നിങ്ങൾ ചൈനയ്ക്ക് വിൽക്കരുത്, അതിന്റെ സെക്യൂരിറ്റി കൺസേൺസ് കാരണം നിങ്ങൾ ഈ മുൻപന്തിയിൽ നിൽക്കുന്ന, അതായത് ഹൈ ടെക്നോളജി ചിപ്സ് നിങ്ങൾ സെല്ല് ചെയ്യരുത്, കുറച്ചുകൂടി ഒരു 3rd ലെവലുള്ള ചിപ്സ് മുതൽ സെല്ല് ചെയ്താൽ മതി. ഇങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു കരടായിട്ട് നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു ബിസിനസ് ടീമിനെയും ഇത്രയും വലിയൊരു ഡിപ്ലോമാറ്റിക് ടീമിനെയും കൊണ്ട് അത് ട്രംപ് വിശേഷിപ്പിക്കുന്നത് A ടീം എന്നാണ്.
ആ എ ടീമിനും കൊണ്ടാണ് ചൈനയിൽ പോയിരിക്കുന്നത് എന്നുള്ളത്. ബട്ട് നമ്മളെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള ട്രേഡ് അല്ല ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർ തമ്മിൽ ട്രേഡ് എങ്ങനെയായാലും നമുക്കതൊരു വിരോധമില്ല, ഒരു രീതിയിലും നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമില്ല. നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് ചൈന എന്ന് പറയുന്ന ഇറാനിന്റെ ഓയിലിന്റെ ടോപ്പ് ബയർ എങ്ങനെയാണ് ഈ ഇറാനിനെ പ്രഷറൈസ് ചെയ്ത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ കാര്യങ്ങൾക്ക് ഒരു ശമനം കൊണ്ടുവരാൻ ചൈന ഒരു വലിയ പ്ലെയർ ആവാൻ പറ്റുമോ, അവിടെ US-ന് ചൈനയെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഡയറക്ട്ലി ഇറാനിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ വരുന്ന 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ ഈ ചൈനയിൽ ബെയ്ജിംഗിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിനെയും നല്ല രീതിയിൽ അഫക്ട് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ട്രേഡ്, ടാരിഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ചൈനീസ് എക്കണോമി, US എക്കണോമി, ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ്, US സ്റ്റോക്ക് മാർക്കറ്റ് എന്നിങ്ങനെ കാര്യത്തിലായിരിക്കും അവരെ സ്പെസിഫിക് ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ്മെന്റ്. ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സും ഇവർ തമ്മിലുള്ള ആ ഇറാന്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അവർ ടൈവാൻ സംസാരിക്കുമായിരിക്കും, US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടാരിഫിന്റെ പോളിസീസിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കാം. ബട്ട് ഈവൻ ദെൻ ഞാൻ വീണ്ടും ഊന്നി പറയുന്ന കാര്യം ഇറാന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വരും എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു ട്രിപ്പിനെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഒന്ന് വാൾ സ്ട്രീറ്റിൽ ഒന്ന് ഗ്ലോബൽ ക്യൂസ് നോക്കിയപ്പോൾ S&P 500 സ്ലൈറ്റ്ലി അപ്പാണ് 0.58%, നാസ്ഡാക്ക് 1.2% അപ്പാണ്, ഡൗ ജോൺസ് എന്നാൽ 0.14% ഡൗൺ ആയിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ S&P-യിലെ 11 സെക്ടറിൽ എനിക്ക് തോന്നുന്നു S&P-യിൽ 6 സെക്ടർ മാത്രമേ പോസിറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. ഞാൻ എങ്ങനെയാണ് US മാർക്കറ്റ് ഈ ബൈലാറ്ററൽ ടോക്സിനെ അഭിമുഖീകരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയെന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ പറയുന്ന സിസ്കോ ഏതാണ്ട് 15% US മാർക്കറ്റിൽ അപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ സ്ട്രോങ് സെയിൽസ് ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവർ ഒരുപാട് ജോബ് കട്ട്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള. ബട്ട് അത് കമ്പനിക്ക് അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് സിസ്കോ ഏതാണ്ട് 15% അപ്പായിരുന്നു എന്നുള്ള. NVIDIA 2% അപ്പായിരുന്നു. ഞാൻ ഇതൊക്കെ നോക്കാൻ കാര്യം ഈ ചൈന ആയിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ ഈ വക കമ്പനീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NVIDIA ജസ്റ്റ് 2% അപ്പാണ്. കാര്യം NVIDIAക്ക് വലിയൊരു മാർക്കറ്റാണ് ചൈന എന്ന് പറയുന്നത്. എന്നാൽ ചൈനയിലേക്ക് എന്താ പറയാ അവരെ ടോപ്പ് ക്ലാസ് ചിപ്പുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യരുത് എന്നാണ് ട്രംപ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോവർ ലെവൽ ചിപ്സ് മാത്രമേ NVIDIA എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ NVIDIAയുടെ സ്റ്റോക്ക് മൂവ്മെന്റ് ഒക്കെ ഈ ബൈലാറ്ററൽ റിലേഷൻഷിപ്പിനെ അനുസരിച്ച് ഇരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം US സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഗ്ലോബൽ ക്യൂസ് ഒന്നും തരുന്നില്ലെങ്കിലും അവിടുത്തെ ബോണ്ട് മാർക്കറ്റ്, ട്രഷറി ഈൽഡ് ആണ് നമ്മളോട് വേറൊരു കഥ പറയുന്നത് എന്നല്ല. അതാണ് നമുക്കിവിടെ കൺസേൺഡ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഡേറ്റ എന്ന രീതിയിൽ നമ്മൾ ഈ ഗ്ലോബൽ ക്യൂസ് എടുക്കാൻ നേരത്ത് എല്ലാ ദിവസവും നമ്മൾ ട്രഷറി ഒന്ന് മെൻഷൻ ചെയ്ത് പോകാറുണ്ട്. കാര്യം ട്രഷറിയുടെ പ്രത്യേകതരമായിട്ടുള്ള ലെവലിലേക്ക് ട്രഷറിയുടെ ബോണ്ട് ഈൽഡ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലായിരിക്കാം സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുന്നത് എന്നുള്ള. അതിന് ഉത്തമ ഉദാഹരണം ഇന്നത്തെ ദിവസം തന്നെയാണ്. നമ്മൾ 10-year ബോണ്ട് ഈൽഡ് നോക്കുമ്പോൾ ഏതാണ്ട് 4.4% ആയിരിക്കുന്നു എന്നുള്ള. 4.4% എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം. 30-year ബോണ്ട് ഈൽഡ് എനിക്ക് തോന്നുന്നു 5% ക്രോസ് ചെയ്തിരിക്കുന്നു. 2007 ശേഷം 5% 30-year ബോണ്ട് ഈൽഡ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ജപ്പാന്റെ 10-year ബോണ്ട് ഈൽഡ് 2.62% ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ലോകത്ത് സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബോണ്ട് ഈൽഡുകൾ ഭയങ്കരമായിട്ട് കൂടുന്നു. എന്തുകൊണ്ടാണ് ബോണ്ട് ഈൽഡ് കൂടാൻ കാര്യം? ലോകത്തുള്ള ഗ്ലോബൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഗ്ലോബൽ മണി US ട്രഷറിയും ജാപ്പനീസ് ട്രഷറിയും മേടിക്കുന്നു, ബോണ്ടുകൾ മേടിക്കുന്നു. അതായത് കുറച്ചുകൂടി സേഫർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്കാണ് മേടിക്കുന്നത്. ബോണ്ടിന്റെ പ്രത്യേകത എന്താ? ബോണ്ട് നമ്മൾ മേടിക്കും തോറും ബോണ്ടിന്റെ പ്രൈസ് താഴേക്ക് പോവും, ഈൽഡ് കയറും. അതെന്താ വെച്ചാൽ നമുക്കറിയാലോ, ഈ 100 രൂപയിൽ 10 രൂപയാണ് പലിശ എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ 10% ഈൽഡ് എന്ന് പറയും. എന്നാൽ ഈ 100 എന്ന് പറയുന്ന ബോണ്ടിനെ കൂടുതൽ പേര് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 100 എന്നുള്ളത് 90 കുറയുന്നു. ബട്ട് ആ 10 രൂപ പലിശ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ 100-ൽ 10-ഉം 90-ൽ 10-ഉം എന്ന് പറയുന്നത് 90-ൽ 10 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈൽഡ് കയറുന്നു എന്നുള്ള. അപ്പൊ ഇതാണ് ബോണ്ട് മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ഇമ്പാക്ട് ഗ്ലോബൽ എക്കണോമിയിൽ എന്താണെന്ന് വെച്ചാൽ ജാപ്പനീസ് ബോണ്ട് ഈൽഡും US ബോണ്ട് ഈൽഡും കയറുന്നെങ്കിൽ അതിന്റെ അർത്ഥം മോർ മണി ഈസ് ചേസിങ് ബോണ്ട്സ്, ബോണ്ട് ഈൽഡ്സ് ആർ കമ്മിങ് ഡൗൺ. ബോണ്ട് ഈൽഡ്സ് കമ്മിങ് ഡൗൺ എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ല, ബോണ്ട് ഈൽഡ്സ് ആർ റൈസിംഗ് അപ്പ്. ബോണ്ട് ഈൽഡ്സ് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം US-ൽ ഇൻഫ്ലേഷൻ ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നുള്ള. എന്തുകൊണ്ട് ഇത്രയും ബോണ്ടിലേക്ക് പൈസ വന്നു, ബോണ്ട് ഈൽഡ് ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്തു എന്ന് പറയാനുള്ള കാര്യം പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫിഗർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ
പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഏതാണ്ട് 1.4% റൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ള 1.4% പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് റൈസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഈ PPI അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് പറഞ്ഞാൽ ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ പറയാനുള്ള ഹോൾസെയിൽ പ്രൈസസ്, അതായത് നമ്മൾ റീറ്റെയിലേഴ്സിന് പോകുന്നതിന് മുമ്പേ ഉള്ള ഹോൾസെയിൽ പ്രൈസ്. അപ്പൊ ഹോൾസെയിൽ മാർക്കറ്റിൽ കാര്യങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റീറ്റെയിലേഴ്സ് സാധാരണ കൺസ്യൂമറിന് വിൽക്കുന്നത് ഹയർ പ്രൈസിലായിരിക്കും. കാര്യം ഹോൾസെയിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഹോൾസെയിലറിൽ നിന്ന് മേടിച്ച് റീറ്റെയിലർ വില കൂട്ടി നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ ആ ഇൻഫ്ലേഷൻ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും റീറ്റെയിൽ മാർക്കറ്റ് വഴി കൺസ്യൂമറിന് കൂടുന്നുണ്ട്. ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇൻഫ്ലേഷൻ കൂടിയാൽ എന്ത് പറ്റും? അമേരിക്കയിൽ അടുത്ത ഫെഡ് മീറ്റിംഗിൽ ചിലപ്പോ ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ കെവിൻ വാഷ് എന്ന് പറയുന്നത് പുതിയ ചെയർമാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ട്രംപിന്റെ ഒരു ആവശ്യം എന്താ, അല്ലെങ്കിൽ ട്രംപിന്റെ ടീമിന്റെ ആവശ്യത്തിന് എന്താ? എത്രയും പെട്ടെന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് മുന്നോട്ട് പോയി ഗ്രോത്ത് കൊണ്ടുവരണം എന്നാണ്. ബട്ട് ചിലപ്പോ ആ ഒരു ഒബ്ജക്റ്റീവ് നടന്നില്ല എന്ന് തന്നെ വന്നേക്കാം. കാര്യം വെച്ചാൽ ഇൻഫ്ലേഷൻ ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താ പ്രോബ്ലം? വീണ്ടും അവിടെ എന്താ പറയുക, പൈസ FIIസിന്റെ മണി ഇന്ത്യൻ പോലത്തുള്ള എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്ന് സെല് ചെയ്ത് പൈസ US തിരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഒന്നാമത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം FIIs നല്ല രീതിയിൽ സെല്ലേഴ്സ് ആണ്. US മാർക്കറ്റിൽ ബോണ്ട് ഈൽഡ് റൈസ് ചെയ്യുന്നതും ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാധ്യതകളും വീണ്ടും ഈ സെല്ലിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രേഡ് സെറ്റപ്പ് കിടക്കുന്നത് ഇതാണ്. ബോണ്ട് ഈൽഡ്സിൽ നിന്നാണ് നമുക്ക് ഗ്ലോബൽ ക്യൂസ് കിട്ടുന്നത് ഇക്വിറ്റി മാർക്കറ്റിനെക്കാട്ടിലും. ഗ്ലോബലി ഇക്വിറ്റി മാർക്കറ്റ്സ് നമുക്ക് ഒരു റീഡിങ്ങും തരുന്നില്ല, ബോണ്ട് ഈൽഡ്സ് ആണ് റീഡിംഗ് തരുന്നത്. ആ ബോണ്ട് ഈൽഡ് ഇനിയും കയറുകയാണെങ്കിൽ അതിന്റെ അർത്ഥം US ഇൻഫ്ലേഷൻ വരുന്നു. ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു ചേഞ്ച് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കോ നടക്കാനുള്ള സാധ്യതയുണ്ട്, വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ എമർജിംഗ് മാർക്കറ്റ് ലൈക്ക് ഇന്ത്യ. മണി ഇവിടുന്ന് സെല്ല് ചെയ്ത് ഇക്വിറ്റീസ് സെല്ല് ചെയ്ത് പുറത്തോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. അപ്പൊ ഇതാണ് ഗ്ലോബൽ സെറ്റപ്പ് വരുന്നത്. പിന്നെ ചൈനയുടെ കാര്യം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. ചൈന ഈസ് ദ ബിഗ്ഗസ്റ്റ് ബയർ ഓഫ് ഇറാനിയൻ ഓയിൽ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞില്ലേ, 80 തൊട്ട് 90% വരെ ഇറാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ചൈനയാണ് മേടിക്കുന്നത്. അതായത് 1.4 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് ഈ പറയുന്ന പോലെ ചൈന മേടിക്കുന്നത് എന്നുള്ള. ഈ ചൈനയെ സംബന്ധിച്ച് ഈ ചൈന എങ്ങനെയാണ് ഇറാനിൽ നിന്ന് മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാവരും ആലോചിക്കേണ്ടാവും. ഈ ചൈന എന്ന് പറയുന്നത് ഇറാനിന്റെ ഓയിൽ സാങ്ഷൻഡ് ഓയിലാണ്. അപ്പൊ സാങ്ഷൻ ചെയ്ത ഓയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മേടിക്കാൻ പാടില്ല എന്ന് US പറയുമ്പോൾ എങ്ങനെ ചൈന ഇതിനകത്ത് നിന്ന് മേടിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചൈന ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ചൈനയുടെ ഗവൺമെന്റ് റൺ റിഫൈനറീസ് അല്ല ഇറാന്റെ ഇന്ന് മേടിക്കുന്നത്. അവിടെ ചൈനയിൽ ഈ ടീ പോട്ട് എന്ന് പറഞ്ഞ ചെറിയ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ റിഫൈനറീസ് ഉണ്ട്. അവരെ കൊണ്ടാണ് ഈ ചൈന മേടിപ്പിക്കുന്നത്. അല്ലാണ്ട് സ്റ്റേറ്റ് റൺ കമ്പനി, ഗവൺമെന്റ് കമ്പനികൾ ഒന്നും മേടിക്കുന്നില്ല. നമ്മൾ അതിന്റെ ഇക്വലന്റ് ആയിട്ട് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നുള്ളൂ, ഇന്ത്യയിൽ ചെറിയ ടീ പോട്ട് എന്ന് പറയുന്ന റിഫൈനറി മാത്രമേ ഇറാൻ ഓയിൽ മേടിക്കുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക PSU കമ്പനീസ് ആയ BPCL, HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒന്നും മേടിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതേ ഇക്വലന്റ് രീതിയിലാണ് ചൈനയിൽ നടക്കുന്നത്. ചൈനയിൽ ചില സ്മോൾ ടീ പോട്ട് ആയിട്ടുള്ള റിഫൈനറീസിനെ കൊണ്ട് മേടിക്കുന്നു. അത് മാത്രമല്ല, ഇവർ ഷാഡോ ഫ്ലീറ്റിലാണ് ചൈന ഇറാനിൽ നിന്നും ഈ ഓയിൽ കൊണ്ടുവന്നത്. ഷാഡോ ഫ്ലീറ്റ് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്പോണ്ടേഴ്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ ഇന്തോനേഷ്യ, മലേഷ്യയുടെ തീരങ്ങളിലൊക്കെ വന്ന് ആ വാട്ടറിൽ നിന്ന് വേറെ കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് സാധാരണ ഇറാനിയൻ ഓയിൽ ചൈന മേടിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഷാഡോ ഫ്ലീറ്റിലാണ് ചൈന എപ്പോഴും ഇറാന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ബട്ട് ഇപ്പൊ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഗൾഫ് കോസ്റ്റിൽ US ഇറാൻമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ബ്ലോക്കേഡ് കാരണം ഷിപ്പ് വഴിയുള്ള ഓയിൽ മൂവ്മെന്റ് വളരെ പാടുപെട്ടാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓൾമോസ്റ്റ് നിൽ ആണെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അപ്പോ എന്ത് വന്നാലും ചൈനയ്ക്ക് ഇറാനിന്റെ കയ്യിൽ നിന്ന് മേടിച്ചേ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ചൈന ഇറാന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇറാനും ചൈനയും തമ്മിൽ ഒരു ലോങ് ആയിട്ടുള്ള റെയിൽ ട്രാക്ക് ഉണ്ട്. അത് ഏതാണ്ട് 1400 കിലോമീറ്ററിന്റെ ഒരു റെയിൽ ട്രാക്ക് ടെഹ്റാനിൽ നിന്നും നേരെ സിയാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചൈനയിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള. ഇത് ഈ അമേരിക്കൻ സർവൈലൻസ് ഒഴിവാക്കാൻ വേണ്ടി തുർക്ക്മെനിസ്ഥാൻ അല്ലെങ്കിൽ കസക്കിസ്ഥാൻ വഴിയൊക്കെയാണ് ഈ റെയിൽ ട്രാക്ക് പോകുന്നത്. അപ്പൊ ഇറാനിൽ നിന്ന് നേരിട്ട്
ട്രെയിനിലെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നേരെ നമ്മൾ ചൈനയിലേക്ക് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഈ സീ റൂട്ട് വഴി ഇറാനിൽ നിന്നും ചൈനയിലേക്ക് ഒരെണ്ണം ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ 40 ദിവസം കൊണ്ട് 50 ദിവസം വരെ എടുക്കും. എന്നാൽ റെയിൽ ട്രാക്ക് വഴിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു 14 ദിവസം 15 ദിവസം കൊണ്ട് നമുക്കിത് ചൈനയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഏതാണ്ട് 40 ഫീറ്റ് കണ്ടെയ്നറിലാണ് ഈ ട്രെയിനിൽ ഇവര് ഈ പറയുന്ന പോലെ ഓയിലിന്റെ കാര്യങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ട്രെയിൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ കൂടുതലും ഈ ഹൈ വാല്യൂ പെട്രോ കെമിക്കൽസ്, റിഫൈൻഡ് ഫ്യൂവൽസ്, ഇതൊക്കെയാണ് ഈ ഇറാൻ ഈ ട്രെയിൻ മാർഗം നേരെ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നത്. ചൈനയിൽ നിന്ന് തിരിച്ച് ആ ട്രെയിൻ വരുന്നത് കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഗുഡ്സ്, ഓട്ടോമോട്ടീവ് സ്പെയർ പാർട്സ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ആയിട്ട് ചൈന തിരിച്ച് ഇറാനിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് എങ്ങനെയാണ് ഇപ്പൊ ചൈനയും ഇറാനും തമ്മിലുള്ള ഓയിൽ സെയിൽ നടക്കുന്നത്. അതായത് ഇപ്പോഴും ചൈന എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടന്റ് പ്ലെയർ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൽ, ബിക്കോസ് ചൈന സ്റ്റിൽ ബൈസ് ഈ ഓയിൽ ഫ്രം ഇറാൻ. അപ്പൊ ചൈന ക്യാൻ പ്രഷറൈസ് ഇറാൻ ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. അതാണ് ഇപ്പൊ അമേരിക്ക നോക്കുന്നതും ഗ്ലോബൽ എക്കണോമി നോക്കുന്നത്. അപ്പോ ബ്ലോക്കേഡ് നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഇറാന്റെ കയ്യിൽ നിന്ന് ഓയിൽ ചൈനയിലേക്ക് പോകുന്നതെന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ റെയിൽ ട്രാക്കിന്റെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. കാര്യം പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവുമായിരിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലോക്കേഡ് എടുക്കുമ്പോൾ ഒരു രാജ്യവും മേടിക്കുന്നില്ല, എങ്ങനെ ചൈനയിലേക്ക് എത്തും? അവർ കണക്ട് ചെയ്ത് ഒരു 1400 കിലോമീറ്ററിന്റെ ഒരു റെയിൽ ട്രാക്ക് അവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള. തുർക്കുമിസ്ഥാനും കസക്കിസ്ഥാനും വഴിയാണ് പോകുന്നത്. അപ്പൊ US സർവൈലൻസും കൂടെ അവോയ്ഡ് ചെയ്ത് അവർ പോകുന്നു. സോ ചൈന സ്റ്റിൽ കണ്ടിന്യൂസ് ടു ബി എ ബിഗ് ബയർ ഓഫ് ഓയിൽ ഫ്രം ഇറാൻ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. അപ്പൊ അവിടെയാണ് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വരേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക എന്നുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുമ്പോൾ ട്രയോ, അതായത് 3 കാര്യങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നത്. ഒന്ന്, US-ന്റെ 10-year ബോണ്ട് ഈൽഡ് 4.46% ആയി എന്ന് പറയുന്നു. 30-year ബോണ്ട് ഈൽഡ് 5-ന് കടന്നിരിക്കുന്നു. അപ്പൊ US-ന്റെ ബോണ്ട് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യം. ബോണ്ട് ഈൽഡ് ഭയങ്കരമായിട്ട് കയറുകയാണെങ്കിൽ ചിലപ്പോൾ പൈസ ഇവിടുന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല് ചെയ്ത് US ബോണ്ടിലേക്ക് പോയേക്കാം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് ബ്രന്റ് ക്രൂഡ് ഞാനൊന്ന് നോക്കാൻ നേരത്തും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏതാണ്ട് $105-106 പെർ ബാരൽ ട്രേഡ് ചെയ്യുന്നു. അത് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം ഡോളർ ഇൻഡെക്സ് 98.48, അതായത് സിമ്പിൾ ഭാഷയിൽ പറയണമെങ്കിൽ USD INR എക്സ്ചേഞ്ച് റേറ്റ് 95.7 ആയി. അപ്പൊ നമ്മുടെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് US-ലെ ബോണ്ട് ഈൽഡ്, രണ്ടാമത് ഡോളർ ഇൻഡെക്സ്, മൂന്നാമത് ബ്രന്റ്. ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യണേ എന്നുള്ളതാണ് ഈ 2 ദിവസം, അതായത് ഈ വീക്കിലെ ഈ 2 ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിന്റേതായ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് കൂടുതലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിട്ട് ടൈഡപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഗ്ലോബൽ ക്യൂസ് നമ്മൾ നോക്കേണ്ട ഇതാണ്. ഇതിനനുസരിച്ച്, അതായത് ഇന്ന് വീണ്ടും ബോണ്ട് ഈൽഡ് കയറുകയും ഓയിൽ കയറുകയും ഡോളർ ഇൻഡെക്സ് കയറുകയും കൂടെ ചെയ്താൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ സെല്ലിംഗ് വന്നേക്കാം. അപ്പൊ ഈ ഗ്ലോബൽ ക്യൂസ് എടുത്ത് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരും മാർക്കറ്റിൽ ട്രേഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വോളറ്റിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഫിയർ ഗേജ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 19.43 ആയി, അതായത് 20 എന്ന് പറയുന്ന ഫിഗറിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതും ഇമ്പോർട്ടന്റ്. അപ്പൊ ഗ്ലോബൽ ക്യൂസും ഈ വോളറ്റിലിറ്റി ഇൻഡെക്സും പറയുന്ന വെച്ചാൽ ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഈ 2 ദിവസത്തെ വ്യാഴവും വെള്ളിയും എങ്ങനെയാണ് മൂവ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ട്രേഡ് അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യണമെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ പോകും എന്നുള്ള. ഇന്നലെയും ഞാൻ നോക്കിയപ്പോൾ DIS നെറ്റ് ബയേഴ്സ് ആണ് 5800 കോടിയുടെ ബൈങ് നടത്തിയപ്പോൾ FIS ഏതാണ്ട് 4700ന്റെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നു എന്നുള്ള. ആൻഡ് ഇൻഡെക്സിൽ ഞാൻ ഒന്ന് നോക്കാൻ നേരത്ത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ FIS ഏതാണ്ട് 89% ഷോർട്ടാണ്, 11% ലോങ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ മാർക്കറ്റിന്റെ ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ വൾണറബിൾ ആണ് മാർക്കറ്റ്. ഒരു നെഗറ്റീവ് ന്യൂസോ 2 നെഗറ്റീവ് ന്യൂസോ അടുപ്പിച്ച് വരിക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു സെല്ലിംഗ് കൂടിയേക്കാം. അത് മാത്രമല്ല മാർക്കറ്റിന്റെ ഒരു ട്രേഡ് സെറ്റപ്പും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് 23,262 ഒരു അപ്പർ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന 23,800 ആണ്. നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഗസ്റ്റുകൾക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് താഴേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രയോ ആയിട്ടുള്ള ഡോളർ ഇൻഡെക്സ്, ഓയിലിന്റെ റേറ്റ്, ബോണ്ട് ഈൽഡും ഉയരുകയാണെങ്കിൽ ഫർദർ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ട്രേഡ് സെറ്റപ്പ് നമുക്ക് മനസ്സിലാക്കി വെക്കാം എന്നുള്ളത്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിന് ഇന്നത്തെ ദിവസം നോക്കേണ്ട കാര്യമില്ല. കാര്യം എന്നെ സംബന്ധിച്ച്
ഓഫ് കോഴ്സ് റിസൾട്ടിനെ ബേസ് ചെയ്ത് ചില കമ്പനികൾ അവിടെ ഇവിടെയൊക്കെ കയറുമെങ്കിലും ടോട്ടലായിട്ട് ഇപ്പൊ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പൊതുവെ ഈ വക ഗ്ലോബൽ ക്യൂസ് ആയിരിക്കാം, ജിയോ പൊളിറ്റിക്സ് ആയിരിക്കാം. അതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം സി ജിൻപിങ്ങും ട്രംപും തമ്മിലുള്ള മീറ്റിംഗ് തന്നെയാണ്. അവിടെ ഇറാന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യണത് എന്നുള്ളതാണ്. പിന്നെ ടൈവാന്റെ കാര്യത്തിൽ എന്താണ് ചൈന ഉറപ്പ് കൊടുക്കുന്നത് എന്നുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമല്ല ഇറാനും വളരെ ഉറ്റുനോക്കുന്നുണ്ട്. കാര്യം ഇതിന്റെ ഇടയിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നെഗോഷിയേറ്റർ ഇല്ല എന്നുള്ളതാണ് ഇറാൻ യു എസ് വാറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. പാകിസ്ഥാൻ ഒന്നും അത്രയും വലിയ ബാൻഡ് വിട്ടും ഫേബ്രിക് ഒന്നുമില്ല. പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തിന് അതിൻ്റെതായ വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളുണ്ട്. അതുകൊണ്ട് അവർ പല കാര്യങ്ങളും നേരായ രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ മിനിസ്ട്രിയിൽ അത്രയ്ക്ക് വലിയൊരു സ്ട്രെങ്ത് ഉള്ള ഡിപ്ലോമാറ്റ്സ് ഒന്നുമില്ല. ഒന്നത് അസീം മുനീർ എന്നൊക്കെ പറയുന്നത് ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന് അത്ര വലിയൊരു ക്രെഡിബിലിറ്റി ഇത് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും അദ്ദേഹത്തിനില്ല. അതുപോലെ രണ്ട് രാജ്യങ്ങളും രണ്ടും ന്യൂക്ലിയർ പവർ, ഇപ്പൊ യു എസ് ഓബിയസ്ലി നമുക്കറിയാം അവരുടെ മൈറ്റ് എന്താണെന്നുള്ള. ഇറാൻ ആണെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയർ പവറായി മാറിക്കൊണ്ടിരിക്കണം. പാകിസ്ഥാന് ന്യൂക്ലിയർ പവർ ആണെങ്കിൽ പോലും പാകിസ്ഥാന് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ അത്ര കഴിവില്ല. രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ എക്കണോമി വളരെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാ ചെയ്തികളും അവരുടെ എക്കണോമിയെ സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നതെന്നല്ല. ഇത്രയും നാള് ഈ യുദ്ധം നീണ്ടുപോകാനായിട്ട് ഉള്ള മെയിൻ റീസൺ ഈ പാകിസ്ഥാനെ പോലെ അധികം ബാൻഡ് വിട്ടും ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു രാജ്യം ഇതിന്റെ നെഗോസിയേഷന് ഇറങ്ങിയോണ്ടാണ് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയമായിട്ട് നമുക്ക് പറയാന്നുള്ള. ഇവിടെയാണ് ചൈനയുടെ റോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സൗദിയെ സംബന്ധിച്ചും സൗദി വേറൊരു ആളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു നെഗോഷിയേറ്റർ ആയിട്ട് ഇതിന്റെ ഇടയിൽ വരാനായിട്ട്. ബട്ട് സൗദിയുടെ റോളും ഈ പറയുന്ന പോലെ സൗദിയിലേക്ക് ഇറാൻ അറ്റാക്ക് ചെയ്തതോടുകൂടി സൗദിയും ആ ലെവലിൽ നിന്ന് പിന്മാറി ഏതാണ്ട് അമേരിക്കയെ സൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ അതിന്റെ നടുക്ക് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേഷൻ ഇല്ല, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള നേഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രോബ്ലം. അവിടേക്ക് ചൈന വരിക എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു പേഴ്സണൽ ടേക്ക് മിക്കവാറും അവിടെ എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ട്. കാര്യം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ ട്രംപ് വല്ലാത്തൊരു പൊസിഷനിലേക്കായി. ട്രംപ് മിലിറ്ററി വൈസോ ഡിഫൻസ് വൈസോ അല്ല ബാക്ക് ഫുട്ടിലായിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഈ ബോണ്ട് ഈൽഡാണ്. ഈ ബോണ്ട് ഈൽഡ് മുഖാന്തരം ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ ട്രംപിനെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. കാര്യം ട്രംപിന്റേതായ കെവിൻ വാഷിനെ ഈ പറയുന്ന പോലെ ഫെഡ് ചെയറിലേക്ക് കയറ്റി ഇരുത്തിയിട്ടും അവിടെ ഇത്രയും നാളായിട്ട് ഡയലോഗ് അടിച്ചിരുന്നത് ഞാൻ എന്റെ ആളെ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കെവിൻ വാഷ് വന്നിട്ടും ഇൻഫ്ലേഷൻ താഴോട്ട് വന്നില്ല. ബോണ്ട് ഈൽഡ് കയറുകയാണ്, ഇൻഫ്ലേഷൻ കയറുകയാണ്, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കയറുകയാണ് എന്നുള്ള രീതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു പോസോ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കോ വരികയാണെന്നെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് അതൊരു വലിയ ഇമേജിന് വളരെ വലിയൊരു കോട്ടം തട്ടും. അതുമല്ല നമുക്കറിയാലോ ഈ കൊല്ലം അവസാനമാകുമ്പോഴത്തേക്കും മിഡ് ടേം എലക്ഷൻസ് അവിടെ വരികയാണ്. അപ്പൊ ട്രംപിന്റെ വാക്കുകൾക്ക് അവിടെ യു എസ് ജനതയുടെ ഇടയിൽ അമേരിക്കൻ ജനതയുടെ ഇടയിൽ ഒരു പോപ്പുലാരിറ്റി നഷ്ടപ്പെടും, ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ വെച്ച് ബോണ്ട് ഈൽഡ് തിരിച്ച് റീട്രേസ് ചെയ്യണം. അതായത് ബോണ്ട് ഈൽഡ് താഴേക്ക് വരണം, ഇൻഫ്ലേഷൻ ഒന്ന് കൂൾ ഓഫ് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് ബിസിനസ്സുകൾ നന്നായിട്ട് ഗ്രോ ചെയ്യണം, അസറ്റ് ക്ലാസ്സുകളെല്ലാം കയറണം, റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് ഇതെല്ലാം കയറിയാൽ മാത്രമേ ട്രംപിന് അമേരിക്കയിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടറിലേക്ക് വരുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ട്രംപിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ഫിക്സിലാണ്. അത് വേറെ ഒന്നുമല്ല, ഇറാനെ നശിപ്പിക്കാൻ പറ്റാത്ത കഴിവില്ലാത്തതുകൊണ്ടോ അങ്ങനെ ആയിട്ടൊന്നും നമ്മൾ കാണണ്ട. ട്രംപിന്റെ എക്കണോമി യു എസ് എക്കണോമി തന്നെയാണ് ട്രംപിന്റെ ഇപ്പൊ ശത്രുവായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ട്രംപിന് ആ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും മെനക്കെട്ട് ട്രംപ് അവിടെ ഇത്രയും വലിയൊരു എ ടീമായിട്ട് ചൈനയിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു കാരണങ്ങളാൽ അതായത് ഒരു ചെറിയൊരു പ്രഷറൈസിങ് ചൈനയിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് നീക്കുപോക്കുകളൊക്കെ ചെയ്തു കൊടുത്ത് ടൈവാന്റെ കാര്യത്തിലൊക്കെ ഒന്ന് അയഞ്ഞു കൊടുത്തിട്ട്, കാര്യം ടൈവാനിലേക്ക് കുറച്ച് ആം സെയിൽസ് ഒക്കെ യു എസ് നടത്തിയിരുന്നു. അക്കാര്യത്തിലൊക്കെ ഒന്ന് അമേരിക്ക ഒന്ന് 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ചൈന ഇറാനെ നിർബന്ധിച്ച് ചിലപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറന്നേക്കാം. അവിടെ വലിയൊരു പോസിറ്റീവ് ട്രേഡ് അതിനകത്തുണ്ട്. അതും കൂടെ ഫെയിൽ ആവുകയാണെങ്കിൽ ഈ ബോണ്ട് ഈൽഡ് ഭയങ്കരമായിട്ട് കയറും, ഓയിലിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറും, ഡോളർ ഇൻഡെക്സും ഭയങ്കരമായിട്ട് കയറും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആക്ച്വലി എന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം പ്രേക്ഷകർക്ക് എന്നെ ഈ രീതിയിൽ കാണുന്നത്, അതായത് കാറിലിരുന്ന് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് വളരെ സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്നറിയാം. എങ്കിൽ ഈ ട്രേഡ് സെറ്റപ്പ് ഒന്ന് എനിക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറ്റു നോക്കേണ്ടത് ചൈനയിൽ എന്ത് നടക്കുന്നു. ബെയ്ജിങ്ങില് ചൈന ഇറാനെ പ്രഷറൈസ് ചെയ്യണമെങ്കിൽ ദെൻ
ദിസ് മാറ്റർ എൻഡ്സ് ഫോർ ഗുഡ്. വളരെ മേക്ക് ഓർ ബ്രേക്ക് മീറ്റിംഗ് ആണ്. ഇവിടെ വെച്ചിട്ട് സി ജിൻപിങ് ഒന്ന് ആക്സിലേറ്ററിൽ ചവിട്ടി ഇറാനെ പ്രഷറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ട്രേഡും റിവേഴ്സ് ചെയ്ത് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ്സ് ഭയങ്കരമായിട്ട് കയറിപ്പോവും. ഓയിലും താഴേക്ക് പോകും, ബോണ്ട് ഈൽഡും ഭയങ്കരമായിട്ട് താഴേക്ക് വരും, ഡോളർ ഇൻഡെക്സും ഒന്ന് കൂൾ ഓഫ് ചെയ്യും എന്നുള്ള ഈ മീറ്റിങ്ങുകളെ വാച്ച് ചെയ്യുക. ആ മീറ്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അഗ്രസീവായിട്ട് എടുക്കുകയും വേണ്ട, പക്ഷെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക. മിക്കവാറും ഇത് റെസൊല്യൂഷനിൽ പോകുന്ന എന്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നു. കാര്യം ട്രംപിനെ സംബന്ധിച്ച് ഈ ഇൻഫ്ലേഷൻ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. അല്ലാണ്ട് മിലിറ്ററി കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഇറാനെ തറപറ്റിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട. മിലിറ്ററി പവർ എന്നും വളരെ സുപ്പീരിയറും വളരെ സുപ്രമസിയും ഉള്ള ഒരു കൺട്രി തന്നെയാണ് US എന്ന് പറയുന്നത്. ബട്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ ഡിഫൻസ് അല്ലെങ്കിൽ ഈ മിലിറ്ററിയിൽ മാത്രമല്ലല്ലോ, ഒരു എക്കണോമിക് ഫ്രണ്ടിലും നടക്കണമല്ലോ. അവിടെയാണ് ഈ പറയുന്ന പോലെ ട്രംപ് ബാക്ക് ഫുട്ടിലായിരിക്കുന്നത് എന്നുള്ള. ട്രഷറി ഈൽഡ് നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, US 10-year ബോണ്ട് ഈൽഡ് 4.5 അടുത്തേക്ക് വരികയും ഈ 30-year ബോണ്ട് ഈൽഡ് 5% അടുത്ത് വരുമ്പോഴാണ് ട്രംപ് പലപ്പോഴായിട്ട് വെപ്രാളപ്പെട്ട് പല കാര്യങ്ങളും ബാക്കിലോട്ട് പോയിരിക്കുന്നത്. അതിനെ അവിടെ കളിയാക്കിയിരിക്കുന്നത് ടാക്കോ ട്രേഡ് എന്നാണ്. ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട്. ബോണ്ട് ഈൽഡ് കയറാൻ നേരത്ത് ട്രംപ് 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുക്കാറുണ്ട് എന്നുള്ള. ട്രംപ് അത്രയും ഹയർ ബോണ്ട് ഈൽഡും കൊണ്ടാണ് ഇപ്പൊ ബെയ്ജിങ്ങിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ 2 ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. മിക്കവാറും അവിടെ റെസൊല്യൂഷൻ നടക്കാനുള്ള കാര്യമുണ്ട്. ബിക്കോസ് ദിസ് ഹാസ് ബിക്കം ടു മച്ച്. ഇനി സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇങ്ങനെ കിടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ട്രേഡ് സെറ്റപ്പ് ആയിട്ട് എടുത്തു വിടണം പ്രേക്ഷകർ മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു എളിയ റിക്വസ്റ്റ് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നു. ക്ഷമിക്കുക, ഞാൻ ഈ ആഴ്ച ട്രിവാൻഡ്രത്തായിരിക്കും. കഴിയുന്നതും ഞാൻ നാളെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഇതേപോലെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ലാർജറായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ പൊസിഷൻ എടുക്കുന്നുണ്ടോ, റിസൾട്ട്സ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഒന്നും നെഗറ്റീവ് പറയുന്നില്ല. ബട്ട് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റിന്റെയും ഇന്ത്യൻ മാർക്കറ്റിന്റെയും ട്രേഡ് സെറ്റപ്പ് US-ഉം ബെയ്ജിങ്ങും തമ്മിലുള്ള ചൈനയും തമ്മിലുള്ള ചർച്ചയെ ബേസ് ചെയ്തായിരിക്കും എന്നൊന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഓ ടു യു. താങ്ക് യു സോ മച്ച് ഇത്രയും ഡീറ്റെയിൽസ് പങ്കുവച്ചതിന്. നമുക്ക് അടുത്തതായിട്ട് മാർക്കറ്റിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് അറിയാനായിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസുമായിട്ട് ഇപ്പോൾ ഹാർനസ് ഫിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ CV നമ്മളുകൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓപ്പണിംഗ് അവേഴ്സ്. ഗുഡ് മോർണിംഗ് സർ. ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു. അത് തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവിന് ശേഷം ഇന്നലെ ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടത്തിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ആദ്യം ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ തന്നെ 0.5% മുകളിലേക്കൊക്കെ പോരുന്ന നിഫ്റ്റി 50 നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ്, അതായത് ഒരു 0.5% താഴെയുള്ള ഒരു നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ടെക്നിക്കൽ വ്യൂ എന്താണ്? ഇന്നലെ ഒരു മൊമെന്റം വന്നിരുന്നെങ്കിലും അതൊന്നും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് അത് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പോഴും വന്നിട്ടില്ല. പല കാരണങ്ങളാണ്. ഏർണിങ്സ് ഒരു ഘടകമാണ്, ജിയോ പൊളിറ്റിക്കൽ ഒരു ഘടകമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അവിടുത്തെ ഒരു സപ്പോർട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു ഗ്യാപ് ഫില്ലിംഗ് സപ്പോർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അവിടെ ഒരു 23,100 അതിന്റെ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ലോ വന്നിട്ടുണ്ട്. അതിന്റെ അടുത്തൊക്കെ വന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെന്റിന് സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ കൺഫേം ചെയ്യാറായിട്ടില്ല. അപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു സപ്പോർട്ട് സോൺ എന്ന നിലയിൽ 23,100 ആ ലെവലിൽ സപ്പോർട്ട് വെച്ചിട്ട് റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് 23,600. ഈ 600 എപ്പോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലാണ് ട്രേഡ് സെറ്റപ്പുകളൊക്കെ മാറും, പോസിറ്റീവ് ബയാസ് ഒക്കെ ഉടൻ തന്നെ തിരിച്ചു വരും മാർക്കറ്റിലേക്ക്. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ചാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം കൂടെ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നും ഇന്നലെയൊക്കെ ഒരു പോസിറ്റീവ് ബയാസ് നിലനിൽക്കുന്നുവെങ്കിലും സ്മോൾ സ്റ്റോക്സ് അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ സ്റ്റോക്ക് വൈസ് ഒരു മൊമെന്റം അവിടെ സാധ്യമാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതേപോടൊപ്പം തന്നെ നമ്മുടെ നിഫ്റ്റിയിലുള്ള ചില സ്റ്റോക്സുകളിലൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് സ്റ്റോക്സുകളിൽ നമുക്കത് കാണാൻ. അപ്പൊ ഒരു സൈഡ് വൈസിലുള്ള ഒരു മൊമെന്റം ഒരു കണ്ടിന്യൂ ചെയ്യാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 23,100 സപ്പോർട്ട്സും 23,600 ഒരു റെസിസ്റ്റൻസ് സോണുമായിട്ട് ട്രേഡിംഗ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആ ട്രേഡ് ബേസിൽ നല്ലതായിരിക്കും. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം ഇടിവിൽ തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്കിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കും. എന്നാൽ നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടാണ് നിഫ്റ്റി ബാങ്കിലുള്ളത്. നിഫ്റ്റി ബാങ്കിലുള്ള വ്യൂ എന്താണ്?
See, അത് നമ്മൾ ക്ലിയർലി പറഞ്ഞു കഴിഞ്ഞു. അത് 52,000ലേക്കാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ 52,000 അതിന്റെ 57,000 ഈ റേഞ്ചിൽ ബോണ്ടിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റേഞ്ച് ട്രേഡിംഗിലേക്കാണ് ഇപ്പൊ ഷോർട്ട് ടൈമിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ ബാങ്കിന്റെ സ്റ്റോക്സുകൾക്കെല്ലാം തന്നെ സെപ്പറേറ്റ് ഒരു സ്ട്രെങ്തോ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്തോ, ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്തോ ഒന്നും തന്നെ ഇപ്പോ സ്റ്റോക്സിലെ വിസിബിലിറ്റി ഇല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷമായിരിക്കും അടുത്ത സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുക എന്നാണ് തോന്നുന്നത്. വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. 52,000ലേക്ക് ഒരു സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ ക്രൂഷ്യലായിരിക്കും. ആ സപ്പോർട്ട് സോണിൽ നിന്ന് റിക്കവറി നമുക്ക് ചെറുതായിട്ട് പ്രതീക്ഷിക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് വരുമ്പോൾ ആക്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമുക്ക് ബാങ്ക് നിഫ്റ്റി നല്ലത്. ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് നിഫ്റ്റി ഐ ടിയിലാണ്. ഏകദേശം 1.25%ഉള്ളൊരു ഫോളാണ് നിഫ്റ്റി ഐ ടിയിൽ ഉണ്ടാകുന്നത്. കൂടാതെ പുതിയ ഒരു 52 വീക്ക് ലോ കൂടി ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലും നിഫ്റ്റി ഐ ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. 27,304 എന്നത് പറഞ്ഞതാണ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 52 വീക്ക് ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ഐ ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോഴുള്ളൊരു വീക്ക്നെസ് ഇനിയും തുടരും എന്ന് തന്നെയാണോ നിലവിലിപ്പോൾ ചാർട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് ചാർട്ടിൽ വരുന്ന വോളിയത്തില് പ്രൈസ് ഡൗൺ ആണ്, വോളിയം കൂടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ താഴോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഇവിടെയാണ് ഒരു സപ്പോർട്ട് സോൺ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും 27,000 ഒരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഇമീഡിയറ്റ്ലി ഒരു റിക്കവറിക്ക് അല്ലെങ്കിൽ കയറി പോകുന്ന ഒരു ട്രെൻഡിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കാരണം കൺസോളിഡേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ഈ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ് 40,000 ആൻഡ് 33,000ലേക്ക്. അവിടെ നിന്ന് ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ഡൗൺ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു 27,000ലേക്ക് ബ്രേക്ക് അവിടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഇമീഡിയറ്റ് വരാൻ പോകുന്ന ഒരു സപ്പോർട്ട് സോൺ അവിടെയാണ്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, ചെറിയൊരു റിക്കവറി എങ്കിലും വരികയാണെങ്കിൽ റിലീഫ് റാലി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂഷൻ. അപ്പൊ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സ് എന്ന് പറയാനായിട്ടില്ല. വോളിയം കൂടുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഒരു പാദഫലം പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച പ്രകടനം തന്നെയാണ് കമേഴ്ഷ്യൽ വെഹിക്കിൾ രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. വരുമാനം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20% ഒരു നേട്ടമുണ്ടാകുന്നു. എബിഡയിലേക്ക് വരികയാണെങ്കിൽ 27% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റായിട്ട് കമ്പനി 2,406 കോടി എന്ന വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ഒരു സെയിൽസ് വോളിയം രേഖപ്പെടുത്താനും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് കാഴ്ചവെക്കാനും ഈ ഒരു പാദത്തിൽ ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു ഓഹരിയുടെ ചാർട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടെക്നിക്കലി അതിൽ അത്രത്തോളം ഒരു പോസിറ്റിവിറ്റിയോ അതിന്റെ റിഫ്ലക്ഷനോ വന്നിട്ടില്ല. കാരണം ഇന്നും ഡൗൺ ചെയ്യുന്നത് ഹെഡ് ചെയ്യുന്നത് ഡൗൺ ട്രെൻഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ മാസമേ തുടങ്ങിയ ഒരു 40 നിന്ന് തുടങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 350 അടുത്ത് ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പൊ അവിടെ 350 ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് പറയാൻ അതൊരു കൺസോളിഡേഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക, ഒരു പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു കൺസോളിഡേഷൻ വന്നതിന് ശേഷം നമുക്കത് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. 350 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇന്നത്തെ ലെവലിൽ നോക്കുകയാണെങ്കിലും ഒരു ഷോർട്ട് ടൈം ട്രെൻഡിൽ നോക്കുകയാണെങ്കിലും വളരെയധികം ഡൗൺ ആവാനുള്ള സാധ്യതയാണ്. വോളിയത്തിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൺസോളിഡേഷനിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയും. അടുത്തായിട്ടൊരു ഭേദപ്പെട്ട ഒരു പാദഫലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കനത്ത ഒരു ഇടിവാണ് നിലവിലിപ്പോൾ സാഗിൾ പ്രീപെയ്ഡിൻ്റെ ഓഹരിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാഗിൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ ഓൾമോസ്റ്റ് 17% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 12%-ഓളമുള്ളൊരു നേട്ടം. കൂടാതെ ഒരു ഗൈഡൻസ് നോക്കുകയാണെങ്കിലും വരുന്ന ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഏകദേശം 25% മുതൽ 30% വരെയുള്ള ഒരു ഫൈനാൻഷ്യൽ ഗൈഡൻസ് ഒക്കെ തന്നെ കമ്പനിക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഓൾമോസ്റ്റ് 17%-ഓളമുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാഗിളിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അതിൻ്റെ ടെക്നിക്കൽസ് എന്താണ് സാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള ഒരു സാധ്യതയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത് 200 അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വോളിയവും ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ചെറിയ സ്റ്റോക്സ് ആയതിന്റെ വോളിയത്തിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ചെറിയ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നത് ഇതൊരു 230 ഈ വീണ്ടും പഴയ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വീണ്ടും റിക്കവറിക്കാണ് സാധ്യത. കാരണം ഇത് ട്രെൻഡ് റിവേഴ്സൽ ആയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പൊ വന്ന ഒരു റിസൾട്ടിന് ശേഷം വീണ്ടും ചിലപ്പോ അതിൻ്റെതായ പല ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളും ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ടെല്ലാം തന്നെ അഫക്ട് ചെയ്യുന്നതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. പക്ഷെ അതിനുശേഷം അത് റിവേഴ്സ് ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം 200 അടുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മുന്നോട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ലെവലിൽ 260 ഒക്കെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്, 200 സപ്പോർട്ടായിട്ട് കാണുന്നത്. അപ്പൊ അടുത്ത 1-2 ദിവസങ്ങൾ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുകയും ഒന്ന് സ്റ്റേബിൾ ആവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുകളിലോട്ട് പോകുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഇപ്പോൾ ഒരു ടോപ്പ് പെർഫോമറായിട്ട് നിലനിൽക്കുന്നത് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരിയാണ്. നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6% നേട്ടം ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് 3.86% ഒരു നേട്ടമായിരുന്നു അദാനി എൻ്റർപ്രൈസസിൽ ഉണ്ടായിരുന്നത്. അദാനി എൻ്റർപ്രൈസസിൻ്റെ ചാർട്ടും നിലവിലിപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് നമ്മൾ കഴിഞ്ഞ ഒരു 2 വീക്സ് മുന്നേ നമ്മളത് പറഞ്ഞിരുന്നതാണ്. വളരെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം റിവേഴ്സ് വരുന്നു. എന്നാൽ 2200 ആണെന്ന് തോന്നുന്നു എന്റെ ലെവൽ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇതിന് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത കണ്ടു. കാരണം ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് ഓൾറെഡി. 2600 മേളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ബ്രേക്ക് ഔട്ട് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 2600 മേളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല വോളിയം ഉണ്ട്. അപ്പൊ അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ലെവലിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. 3200 ആണ് അടുത്തൊരു ഷോർട്ട് ടൈം റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പറയാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് മൂവ്മെന്റിന് സാധ്യതയുണ്ട്. ഏതെങ്കിലും ലെവലിൽ അടുത്ത താഴോട്ടൊക്കെ വരികയാണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ റീ എൻട്രിക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് മൂവ്മെന്റ് തന്നെ സ്റ്റോക്കാണ് ഈ അദാനി എന്റർപ്രൈസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അടുത്തായിട്ട് NBCCയെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. നിലവിലിപ്പോൾ കമ്പനിയെ സംബന്ധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കോൺട്രാക്ട് വിൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ നോക്കുകയാണെങ്കിൽ 131 കോടി രൂപയുടെ ഒരു കോൺട്രാക്ട് കരസ്ഥമാക്കാൻ NBCCക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു കോൺട്രാക്ട് നിലവിലിപ്പോൾ NBCCക്ക് ലഭ്യമായിരിക്കുന്നത്. ഒരു വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിലവിൽ NBCCയുടെ ഒരു ചാർട്ടിൽ ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? MBCC ഇപ്പോഴും ഒരു കൺസോളിഡേറ്റഡ് മൂവ് അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. നമുക്ക് പറയാൻ കഴിയുന്ന റെസിസ്റ്റൻസ് 120 അടുത്താണ്. ഇവിടെ നിന്ന് ചെറിയ മൂവ്മെന്റിന് സാധ്യതയുണ്ട്. കാരണം 100 ലെവലിന് എബോവ് ആണെങ്കിൽ 120 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ്ലി നമുക്കത് 100 ലെവലിലേക്കാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ചെറിയ പോസിറ്റിവിറ്റി നിലനിൽക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ അത്ര വലിയൊരു മൂവ്മെന്റോ അല്ലെങ്കിൽ കൺസോളിഡേഷനിൽ പോകുന്നതുകൊണ്ട് ചെറിയ ചെറിയ ബാൻഡ്വിഡ്ത്തിലേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഓഡിയത്തിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് തന്നെ ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാൻഡ്വിഡ്ത്ത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കുറവാണ്. അത് വാച്ച് ചെയ്ത് 120 and 90 ലെവലിലുള്ള ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്വിംഗ് ട്രേഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേവറബിൾ സ്റ്റോക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് മാക്സ് എസ്റ്റേറ്റ്സിലേക്കാണ് വരാനായിട്ടുള്ളത്. മാക്സ് എസ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ കമ്പനി ഗുരുഗ്രാമിൽ ഒരു വലിയ ഒരു പ്രൊജക്റ്റ് തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഏകദേശം 1200 കോടി രൂപയുടെ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ് നിലവിലിപ്പോൾ മാക്സ് എസ്റ്റേറ്റ്സ് നടപ്പിലാക്കുന്നത്. നിലവിലിപ്പോൾ മാക്സ് എസ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ റിയൽറ്റി മേഖല നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു പോസിറ്റിവിറ്റികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ല. മാക്സ് എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്സ് ആണ്. ബട്ട് ഒരു ട്രെൻഡ് റിവേഴ്സിന് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 440 എബോ വരികയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. അപ്പൊ 440 ആണ് ഇപ്പോൾ വരുന്ന റെസിസ്റ്റൻസ്. അതിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റി ഈ വോളിയം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു മൊമെന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 350. അപ്പൊ അവിടെ നിന്ന് കയറി വരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കൺസോൾട്ടേഷൻ മൂവ് കഴിഞ്ഞ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ വലിയൊരു മൂവ്മെന്റ് കിട്ടുക. ആ ബ്രേക്ക് ഔട്ട് കൺഫേം ആണെങ്കിൽ 440 എബോ ട്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് കൺസോൾട്ടേഷൻ മൂവ് എന്ന് തന്നെയാണ് പറയാൻ. 440 വരെയൊക്കെയുള്ള ട്രേഡ് പോസിബിൾ ആണ്. അപ്പൊ അതിന് മുകളിലോട്ടുള്ള ട്രെൻഡ് റിവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ല സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത്. PNC ഇൻഫ്രാടെക്കിലേക്ക് വരികയാണെങ്കിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് കാൺപൂരിൽ നിന്ന് നിലവിലൊരു വലിയൊരു ഓർഡർ ലഭ്യമായിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 572 കോടി രൂപ മൂല്യമുള്ളൊരു ഓർഡറാണ് നിലവിലിപ്പോൾ PNC ഇൻഫ്രാടെക്കിന് ലഭ്യമായിരിക്കുന്നത്. നിലവിലിപ്പോൾ PNC ഇൻഫ്രാടെക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയുടെ ചാർട്ടും എന്താണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്?
നമ്മൾ ഈ പറഞ്ഞ രണ്ട് ചാർട്ടുകളും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഡൗൺ ട്രെൻഡിൽ സപ്പോർട്ടിൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഔട്ടിന്റെ പാതയിലേക്കാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ബ്രേക്ക്ഔട്ടൊക്കെ വരാനാണെങ്കിൽ അറൗണ്ട് 250 എബോ ആണെങ്കിൽ മാത്രമാണ് ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ 250 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇതിനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വോളിയം ഹെവി ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ട്രെൻഡിൽ നെഗറ്റീവ് ട്രെൻഡിലായിരുന്നു, അത് തീർച്ചയായിട്ടും മാറി വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്സ് ആണ്. നല്ല കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന് എന്തെങ്കിലും ട്രെൻഡ് റിവേഴ്സലൊക്കെ വന്ന് 250 എബോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഹെവി വോളിയം ആണെങ്കിൽ നല്ലൊരു മൂവ്മെന്റിന് സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ 250 വരെ പോകാനുള്ള സാധ്യതയാണ്. തങ്ങളോട് അവസാനമായിട്ട് ചോദിക്കാനായിട്ടുള്ളത് സാഗർ സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. കമ്പനിയുടെ ഒരു 4ാം പാദഫലം നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെയിൽസ് വോളിയം ഒക്കെ തന്നെ നോക്കുകയാണെങ്കിലും ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള റെക്കോർഡിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള റിയലൈസേഷൻ ഈ ഒരു കമ്പനിക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചതും കൂടാതെ എബിറ്റ പെർ ടൺ എന്ന് പറയുന്ന സിമെൻറ്റ് കമ്പനികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്ക് നോക്കുകയാണെങ്കിലും നിലവിൽ വലിയ രീതിയിൽ തന്നെയുള്ളൊരു മുന്നേറ്റം കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇയറിൽ നോക്കുമ്പോൾ എബിറ്റ പെർ ടൺ ഓൾമോസ്റ്റ് ഇരട്ടിയോളമായി വർദ്ധിച്ച ഒരു പെർഫോമൻസും സാഗർ സിമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴൊരു സാഗർ സിമെൻറ്റിൻ്റെ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇത് അറൗണ്ട് 200 എബോ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെന്റ് സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഒരുപാട് വോളിയം കുറഞ്ഞ സ്റ്റോക്സ് ആണ്. അപ്പൊ വരുന്ന മൂവ്മെന്റുകൾ 5%, 6% ഒക്കെ സ്പീഡായിട്ടുള്ള ഒരു മൂവ്മെന്റുകളാണ് ഇതിൽ കാണുന്നത്. ഈ ഒരു ചാർട്ടിനെ സംബന്ധിച്ചുള്ള സ്പീഡിൽ ഒരു മൂവ്മെന്റിന് വരാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. 204 ഒക്കെയാണ് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുവരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതൊരു ഇപ്പോഴത്തെ നിലയിൽ ട്രേഡിങ്ങിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണെന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നോക്കുകയാണെങ്കിൽ ആഫ്കോൺ ഇൻഫ്ര പോലുള്ള സ്റ്റോക്സുകളൊക്കെ തീർച്ചയായിട്ടും നമുക്കൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതെല്ലാം തന്നെ ടെക്നിക്കലി അതൊക്കെ ഡൗൺ ട്രെൻഡിൽ നിന്ന് റിവേഴ്സൽ വരാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാണിക്കുന്നത്. അപ്പൊ 300 ലെവലിലെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു. 300 and 360 ആഫ്കോൺ ഒരു കൺസോൾട്ടേഷൻ നടക്കുവാണ്. അപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു നിന്നൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഒരു യൂറോപ്യൻ നേഷൻസിന്റെ ഒരു റെയിൽവേ പ്രോജക്ട്, അവിടെയുള്ള ഒരു റെയിൽവേ പ്രൊജക്ടിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡൗൺ ആണ് ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. 300 to 360 ഒരു റേഞ്ച് ബോണ്ടിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. അവിടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ വലിയൊരു മൂവ്മെന്റിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ 1-2 നല്ല ചാർട്ടുകൾ കണ്ടത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സർ, മാർക്കറ്റിൻ്റെ ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് പങ്കുവച്ചതിന്. നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ്. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ടിന് ശേഷം നിലവിൽ നോക്കുകയാണെങ്കിൽ അത്രത്തോളമുള്ളൊരു നേട്ടം നിലവിലിപ്പോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50ക്ക് സാധിക്കുന്നില്ല. കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് മാറിയിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സഫാൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിൽ കണ്ടിരുന്ന ഒരു പോസിറ്റിവിറ്റി നിലവിലിപ്പോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് നിഫ്റ്റി ബാങ്കും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപ്ഡേറ്റുകൾ? നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻ ഫോർമേഷൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കറന്റ് കാണാൻ സാധിക്കുന്നില്ല. ഈവൻ ഓട്ടോ IT മേഖലകൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു കറക്ഷനാണ് IT ഇൻഡെക്സിലെല്ലാം കാണാൻ സാധിക്കുന്നത്. 1.9% സെൽ ഓഫാണ് IT ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ഒരു ഫോളിംഗ് സെനാരിയോ എന്ന് പറയാൻ സാധിക്കും. കൂടാതെ സ്മോൾ ക്യാപ് മേഖലയിലേക്ക് വരുമ്പോൾ കറന്റ് 0.5% ഇടിവ്. നമുക്കറിയാം ലാസ്റ്റ് ഒരു പോസിറ്റീവ് സെന്റിമെന്റിനോട് കൂടി അത്ര സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ ഫോർമേഷൻ അല്ലെങ്കിൽ പോലും ലാസ്റ്റ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ക്ലോസിംഗ് ആയിരുന്നു സ്മോൾ ക്യാപ് മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറന്റ് 0.53% ഇടിവാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. അതിലുപരി ടെക്നിക്കൽ പാറ്റേൺ കൂടുതൽ വീക്ക് ആവുന്ന ഒരു സെനാരിയോ എന്ന് പറയാൻ സാധിക്കും. അതായത് ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുക എന്നത് സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അല്ലെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ ഫേസിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് പല അനലിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നത്.
കൂടാതെ ഓവറോൾ സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മെറ്റൽ ഇൻഡെക്സിൽ കറന്റ് 1.46% മുന്നേറ്റം, ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ന്യൂ ഹൈ രേഖപ്പെടുത്തുന്ന മെറ്റൽ ഇൻഡെക്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. മെറ്റൽ ഓഹരികളിലെല്ലാം ആ ഒരു കുതിപ്പ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വേദാന്ത കറന്റ് 2.53% മുന്നേറ്റം, അതിലുപരി ടെക്നിക്കലി ഒരു സ്ട്രോങ് സ്റ്റേറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയാൻ സാധിക്കും. 283, 273 എന്ന സോൺ സ്ട്രോങ് ഡിമാൻഡ് സോണായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് സബ്സി റാലിയാണ് വേദാന്തയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കറന്റ് 0.72% മുന്നേറ്റം ഹിന്ദുസ്ഥാൻ സിങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കറന്റ് ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ട്രേഡ് ചെയ്യുന്നത്. അതിലുപരി 620 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ഹിന്ദുസ്ഥാൻ സിങ്കിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇനി ഹിന്ദാൽക്കോയിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ഓഹരികളെ കമ്പയർ ചെയ്യുമ്പോൾ ഹിന്ദാൽക്കോയിലാണ് ഇന്ന് ഒരു മൊമെന്റം ഷിഫ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ന്യൂ ഹൈ രേഖപ്പെടുത്തുന്ന ഹിന്ദാൽക്കോ കറന്റ് ലാസ്റ്റ് ഡേയും നമുക്കൊരു പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ അപ്പ് വോളിയം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 ഡേയ്സിൽ തന്നെ ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹിന്ദാൽക്കോ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. മറ്റൊരു ട്രെൻഡിങ് കാൻഡിഡേറ്റ് ഓയിൽ ഇന്ത്യയാണ്. കറന്റ് 2.24% മുന്നേറ്റം ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും മോർണിംഗ് ഹവേഴ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മൊമെന്റം കാൻഡിഡേറ്റ് ആയിരുന്ന ഓയിൽ ഇന്ത്യയിൽ ഹയർ ലെവലിൽ കറന്റ് റിജക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ 505 എന്നത് നിയർ ടേം സപ്പോർട്ടായി ഈ ഒരു ഓഹരിയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. അങ്ങനെ ഓവറോൾ വിപണിയിൽ നോക്കുമ്പോൾ നമുക്ക് പല മേഖലയിലും മോർണിംഗ് ഡാറ്റയിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഓപ്പണിംഗ് ഡാറ്റ നോക്കുമ്പോൾ സ്ട്രെങ്ത് കാണിച്ച മേഖലയിലെല്ലാം കറന്റ് ഒരു ടെക്നിക്കലി വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ റിജക്ഷൻ ആണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ട്രെൻഡിങ് കാൻഡിഡേറ്റ് സോളാർ ഇൻഡസ്ട്രീസ് ആണ്. ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ്, ഈവൻ മാർക്കറ്റിൽ ഹയർ ലെവൽ റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നൊരു ന്യൂ ഹൈ രേഖപ്പെടുത്തുന്ന സോളാർ ഇൻഡസ്ട്രീസിനാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. അതിലുപരി 15,248 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായി ഈ ഓഹരിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. ഇനി അടുത്തൊരു ട്രെൻഡിങ് കാൻഡിഡേറ്റ് ഫാർമ അതുപോലെ ഹെൽത്ത് കെയർ മേഖലയിൽ നമുക്കറിയാം. ഫാർമ മേഖലയിലും ഹെൽത്ത് കെയർ മേഖലയിലും റീസെന്റ് നമുക്കറിയാം ഒരു ബ്രേക്ക്ഔട്ട് ക്യാനാണ് ഫോം ചെയ്തത്. പല ഓഹരികളും ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സിപ്ലേ ആണ് ടോപ്പ് ഗെയിനറായി കാണാൻ സാധിക്കുന്നത്. 5th മെയിലാണ് ഫാർമ മേഖലയിൽ ഒരു ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്തത്. കറന്റ് വീണ്ടും ഒരു റാലി അറ്റംപ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെഗ് ഓഫ് റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ഹെൽത്ത് കെയർ മേഖല ആകട്ടെ 1.57% മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ഈ ഒരു മേഖല ഹെൽത്ത് കെയറിലും 6th മെയിലാണ് ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ 15,000 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്ത് ഹെൽത്ത് കെയർ മേഖലയിൽ ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. അങ്ങനെ ഓവറോൾ വിപണിയിൽ നോക്കുമ്പോൾ ഫാർമ മേഖലയിൽ റാലി കണ്ടിന്യൂ ചെയ്യുമ്പോഴും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അത്ര സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ ഫോർമേഷൻ അല്ല ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. താങ്ക് യു സഫാൻ. നമ്മൾ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഹൗസിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനോ സജഷനോ ഒന്നുമല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. നാളെ ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin.